ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. എനിക്കും ഇവിടെ സുഖം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഭയങ്കര ഒരു മൂടി പിടിച്ച ദിവസമാണ്. എന്തില്ലെങ്കിലേ ഭയങ്കര ഒരു പറയുന്നത്, ഒരു പണിയെടുക്കാൻ അങ്ങനെ ഒന്നും നമുക്കൊരു ഇതാകുന്നില്ല, ആ ഒരു ദിവസമാണ്. അപ്പോൾ ഞാനിതാ തലേ ദിവസം തുണി പുറത്തുനിന്ന് ആലിന് കൊണ്ടുവന്നിട്ട് ഉള്ളിലിട്ടത്തില്ലേ, ബെഡിലിട്ടത്ത് വെച്ച് അതേപോലെയുണ്ട്. അപ്പോൾ അതും കുറച്ച് മടക്കി വെക്കാനുണ്ട്. ഇന്നത്തെ ആ ദിവസത്തില്ലേ, മൂടി പിടിച്ച ദിവസത്തെ അന്ന് ബീഫും കൊണ്ടുവന്ന് കപ്പയും കൊണ്ടുവന്നിട്ട് പറഞ്ഞു ഹസ്ബൻഡ് ഇത് ഒന്ന് ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ അത് കാണുമ്പോൾ നല്ലോണം ഒരു മൂടിയായി. അങ്ങനെ ഇതെല്ലാം കളഞ്ഞ് നമ്മളെ ബനിയും ഇതെല്ലാം കളഞ്ഞിട്ട് ഞാനിത് തുണി അലക്കി വെച്ചത് മടക്കാനും കഴിഞ്ഞ്. ഇത് ഞാൻ പറയുന്നില്ലേ, ഇത് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അല്ലെങ്കിൽ എത്ര വേണമെങ്കിൽ അലക്കാമല്ലോ, അങ്ങനെ മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ല. അപ്പോൾ ഇങ്ങനെ മടക്കാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട ആളെല്ലാം ഒന്ന് കമൻറ്റ് പറയണം, കമൻറ്റിൽ കൂടി ഒന്ന് അറിയിക്കണം ആർക്കെല്ലാം തുണി അലക്കാൻ മടക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന്. അങ്ങനെ തുണിയെല്ലാം അടുക്കി വെച്ച് കുറച്ച് ബെഡ്ഷീറ്റെല്ലാം ഒന്ന് പിരിച്ച് അങ്ങനെ ഇപ്പോൾ കിച്ചണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ല നല്ല വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. അങ്ങനെ കിച്ചണിലേക്ക് പോകുമ്പോൾ തുണിയെല്ലാം മടക്കി വെച്ചിട്ടായിട്ട് കിച്ചണിലേക്ക് പോകുമ്പോൾ ഹസ്ബൻഡ് മുന്തിരിങ്ങാല കൊണ്ടുവന്നിട്ടുണ്ടായിന്. അത് കഴുകിയിട്ട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നുണ്ട്. ഞാൻ ഇനി എൻ്റെ പണി തുടങ്ങി. അപ്പോൾ എൻ്റെ മടി പിടിച്ച ദിവസം ഇന്ന് നല്ല ദിവസമായി. അങ്ങനെ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് ബീഫെല്ലാം എടുത്ത് ബീഫ് ഓപ്പണാക്കി നോക്കുമ്പോൾ അതിൽ ഫുള്ളുണ്ടത്. അതിൽ കൊട്ടും തമ്പലം അങ്ങനെ കൊട്ടുമാണ്. ഇത് എൻ്റെ ഉമ്മാൻ്റെ ആങ്ങളെ ഇത് കൊടുത്ത് വിട്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു അതിലേക്കിപ്പോൾ എന്നോട് ഫോൺ വിളിച്ച് ഇങ്ങനെ തന്നിനി എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ ചൊല്ലി അപ്പോൾ കുറച്ച് കപ്പയും മേങ്ങിക്കും, അപ്പോൾ കപ്പയും ബീഫും ഉണ്ടാക്കാമെന്ന് പറഞ്ഞു, കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ. എനിക്ക് വലിയ ഇഷ്ടം കപ്പ ബിരിയാണിയല്ലേ. ഒരാഴ്ച ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടം. വേറെ എന്ത് കഴിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടം. അത് ഞാൻ ഇപ്പോൾ ബാക്കി കുറച്ച് തമ്പലം ഞാൻ വേറെ മാറ്റി വെച്ച്, കുറേ തമ്പലെടുത്താകുമ്പോൾ നമുക്ക് അത്ര ടേസ്റ്റ് ഉണ്ടാകാമല്ലോ. തമ്പലം തിന്ന പോലെ തന്നെ ഉണ്ടാവും കറിയിൽ. അങ്ങനെ തമ്പലെല്ലാം നല്ലതുപോലെ മുറിക്കാൻ, ഇത് മുറിക്കാൻ ഭയങ്കര പാട്. ലിവർ മുറിക്കും പോലെ അല്ല തമ്പലം. ഇനി എത്ര കത്തിയിൽ നല്ല മൂർച്ച ഉണ്ടെങ്കിലേ മുറിക്കാൻ ഭയങ്കര പാടല്ലേ ഇത്. അങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ മുറിച്ച് ഞാൻ ചെറിയ കഷ്ണം ഒന്നും ആക്കിയിട്ടില്ല. അതില്ലേ തമ്പലം നല്ല വേവിച്ചെങ്കിലേ നല്ല അതിങ്ങനെ ചുരുണ്ടത്തുണ്ടാവും വെന്തെങ്കിൽ. അപ്പോൾ അത് ഞാൻ വലിയ വലിയ പീസാക്കിയിട്ടിട്ട് ബാക്കിയെല്ലാം ഇങ്ങനെ കൊട്ടുണ്ടാകുന്നില്ല, നല്ല നെയ്യിൻ്റെ പാകമായിട്ടുണ്ട്. കൊട്ടും കൽബിൻ്റെ കൊട്ട് എന്നിങ്ങനെ പറയും ഇവിടെ. അങ്ങനെ കൊട്ടു അതെല്ലാം ആയിട്ടുണ്ടത്. അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെയെല്ലാം മുറിച്ചിട്ട് എടുത്ത് തമ്പലം മുറിക്കാൻ ഭയങ്കര പാട്. ഇറച്ചിനെ പോലെ അല്ല, തമ്പലം മുറിക്കാൻ ഭയങ്കര പാട്. അങ്ങനെ അതെല്ലാം പാലെല്ലാം കയ്യത്തെല്ലാം എടുത്തിട്ട് നല്ല പോലെ അതിൻ്റെ ചോരെല്ലാം പോയിക്കണ്ടേ. ഒരു 10 പ്രാവശ്യം ഞാൻ അതിനെ കയ്യത്ത് എടുത്ത്, അല്ലെങ്കിൽ എനിക്കിങ്ങനെ അതിനെ വിചാരിച്ചു കൊണ്ടിരിക്കും നല്ലതുപോലെ നീറ്റായിട്ട് കയ്യില്ലെങ്കിലേ മണ്ണ് തിന്നുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കും ചോര ഉണ്ടാവോ അങ്ങനെ ഇങ്ങനെയെല്ലാം ഭയങ്കര ഇതാണ്. അപ്പോൾ അത് എല്ലാം നല്ല അതിൻ്റെ കട്ടിങ് ബോർഡെല്ലാം നല്ലതുപോലെ കയ്യത്ത് ഉണക്കിയിട്ട് വെക്കണം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇറച്ചീൻ്റെ കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പണി കിട്ടും നമുക്ക്. അപ്പോൾ നല്ലതുപോലെ നല്ല ഒരു 10 പ്രാവശ്യം 10 വെള്ളത്തിൽ ഞാൻ കയ്യത്തെടുത്ത് നല്ലതുപോലെ ചോരെല്ലാം പൊഴിച്ചിട്ടായിട്ട് അങ്ങനെ കഴുകി എടുത്ത്. ഇതിന് പണി തന്നെ, തമ്പലം
കൊണ്ടുവന്നെങ്കിൽ ഇങ്ങനെ ചോരൻ ഇറച്ചിനെക്കാട്ടി നമുക്ക് ഇങ്ങനെ ചോരൻ്റെ തന്നെ വെള്ളം കിട്ടും. അപ്പോൾ അത് ഇങ്ങനെ കഴുകി തന്നെ എടുക്കണം, നല്ലതുപോലെ കഴുകി എടുക്കണം, എല്ലാം നമുക്ക് പണി കിട്ടും. അങ്ങനെ അതെല്ലാം പോലെ കഴുകി എല്ലാം എടുത്ത് അങ്ങനെ തമ്പലും പിന്നെ കൊട്ടെല്ലാം കഴുകിയിട്ട് നല്ലതുപോലെ പാത്രത്തിൽ കൂറാൻ വെച്ച് അതിൻ്റെ ചോരെല്ലാം കളിയലും. അപ്പോൾ അതിലേക്ക് ഞാൻ പിന്നെ 2 നീരുള്ളി, 3 തക്കാളി, 2 വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക് ഞാൻ തന്നെ ഇട്ടത് കൊടുക്കും. അപ്പോൾ അതിന് നമുക്കില്ലേ വെന്തതിൻ്റെ ശേഷം അത് ഇങ്ങനെ ഒടുക്കുമ്പോഴേക്കില്ല നല്ല രസം ഉണ്ടാകുന്നു. അങ്ങനെ പിന്നെ ഇങ്ങനെ ഇത് ഞാൻ മസാല ഇതൊന്നും വെക്കാനല്ല, ഞാൻ ബീഫിലേക്ക് തന്നെ ഇല്ലേ ഈ കഴുകി വെച്ച് ബീഫിലേക്ക് തന്നെ മുറിച്ച് വെച്ച നീരുള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനെ ഡയറക്റ്റ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടാണ് വെക്കൽ. കപ്പ ബിരിയാണി വെക്കുമ്പോൾ ഇല്ല ഇങ്ങനെ മസാല ഫസ്റ്റ് നീരുള്ളി ഇങ്ങനെ വാട്ടണമെന്ന് തോന്നില്ല, നമുക്കെല്ലാം രുചി ഒരുപോലെയാണ്. അങ്ങനെയാണ്. അപ്പോൾ അതിലേക്ക് ഞാനിതാ മുളക് പൊടി, കൊത്തമ്പാരി പൊടി, ഗരം മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പിൻ്റെ പൊടി, പിന്നെ ലാസ്റ്റ് കുറച്ച് പിന്നെ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ നല്ലത്. എൻ്റെ അടുത്ത് വെളിച്ചെണ്ണ സ്റ്റോക്കില്ല, അതുകൊണ്ട് ഞാൻ പാമൊലിവില്ലേ അതൊഴിച്ചിട്ട് കൊടുത്തത്. അത് നല്ലതുപോലെ നമ്മൾ നിരണ്ടി എടുക്കണം. ബീഫെല്ലാം അതിൽ തമ്പലത്തിലേക്കെല്ലാം നല്ലതുപോലെ പൊടിക്കണം. അങ്ങനെ ഇത് ഞാൻ ഗ്യാസിൽ വെച്ചിട്ടില്ല, അപ്പോൾ ഒരു 10 വിസിൽ വരോളം ഇതിനെ വേവിച്ചെടുക്കണം. ഇതിൻ്റെ കൊട്ടില്ലേ, നെയ്യിൻ്റെ കൊട്ടും പിന്നെ ഇങ്ങനത്തെല്ലാം തമ്പലെല്ലാം ഉണ്ടാവില്ലേ, അതെല്ലാം നല്ലതുപോലെയല്ല വെന്ത് കിട്ടണം, വേവണം. നമ്മൾ ഇങ്ങനെ കപ്പ ഇങ്ങനെ നല്ല ഒടിഞ്ഞ കപ്പയല്ലേ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ കണ്ടുകൂടെ, ഇങ്ങനെ വേത്ത പോലെ ആയിക്കൂടാ, നല്ല വെന്ത് കിട്ടണം. ഇപ്പോൾ ഇതേ നല്ല വലിയ 2 കപ്പയാണ് കിട്ടിയത്. നല്ല എന്ത് പറയും, നല്ല പൊടിയുള്ള നല്ല കപ്പയില്ലേ, അങ്ങനത്തെ കപ്പ കിട്ടിയത്. നല്ല ഒരു വിസിലിന് നല്ലതുപോലെ വെന്ത് കിട്ടുന്നതാണ്. അങ്ങനെ നല്ല കപ്പ എല്ലാം നല്ലതുപോലെ ക്ലീൻ ചെയ്യാൻ. കപ്പ മുറിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം, എന്ത് പണിയില്ല, നല്ല ഈസിയാണ്. ഇങ്ങനെ മുറിച്ച് തേറ്റില്ലേ ഇങ്ങനെ കൊത്ത് കൊടുത്തെങ്കിൽ പിന്നെ അത് നല്ല പാള പോലെ ഇങ്ങനെ അടുന്നിട്ട് ഇങ്ങനെ വരുമല്ലോ, എന്ത് പണിയില്ല. കപ്പ പണ്ടേ എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാക്കും. കപ്പ ഇങ്ങനെ പൊങ്ങിയിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെല്ലാം കഴിക്കും. ജ്യൂസെല്ലാം അടിച്ചിട്ട് കുടിക്കും, വേവിച്ച് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കുന്നില്ല, അല്ല ഭയങ്കര ഇഷ്ടം അത്. എനിക്ക് കപ്പയെന്ന് ചെല്ലെങ്കിൽ പിന്നെ എവിടെ പോയെങ്കിലും ഇങ്ങനത്തെ ഞാനിപ്പോൾ ദൂരമെല്ലാം പോയെങ്കിലേ കറങ്ങാനെല്ലാം പോയെങ്കിൽ ഇത് നല്ല നല്ല ഐറ്റം ഉണ്ടെങ്കിൽ എനിക്കിങ്ങനെ കപ്പ പൊങ്ങിയിട്ട് വെച്ചിട്ടുണ്ടെങ്കിലല്ല ഹോട്ടലിലെല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കഴിക്കാനും വാങ്ങിയിട്ട് കഴിക്കാനും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയും കപ്പ കൊണ്ടിട്ട് പേരെന്ന് തന്നെ എനിക്ക് പൊങ്ങിയിട്ട് നല്ല പോലെ തിന്നൂടെ, പിന്നെ ഇവിടെ വന്നിട്ട് ഇത് കപ്പ കഴിക്കണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ, എന്നിട്ട് എന്നെ ഇതാക്കും. എന്നാൽ എനിക്കില്ല, അത് കുറച്ച് കഴിച്ചില്ലെങ്കിൽ കഴിയാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടം കപ്പ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ മടി പിടിച്ച ദിവസമല്ലേ, അവർ കപ്പ കാണുമ്പോൾ എനിക്ക് ആ മടിയും എല്ലാം പോയി, പിന്നെ അതിൻ്റെ പണിക്കെടുത്ത് അങ്ങനെ പോയി. അങ്ങനെ കപ്പയും നല്ലതുപോലെ കഴുകി നല്ല വെളുത്ത് അതിൻ്റെ മണ്ണെല്ലാം പോയിച്ചിട്ട് നല്ലതുപോലെ കഴുകണം. നല്ലത് 2, 3, 4 പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ കഴുകിയെടുക്കണം. അതിൻ്റെ അടിയിൽ ഇങ്ങനെ മണ്ണ് ഊറിയിട്ട് നിൽക്കുന്നില്ല, അതെല്ലാം എടുത്ത് കളയണം. അങ്ങനെ നല്ലതുപോലെ നല്ല വെളുപ്പിച്ചിട്ടെടുത്ത് കപ്പ കഴുത്ത്. അപ്പോൾ നമ്മൾ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മളല്ല ബീഫ് എന്ന് പറയാനില്ല, അതിൽ ബീഫ് നല്ല സംഗതി അതിലില്ല, പക്ഷെ നല്ല കൊട്ട്, കൽബിൻ്റെ കൊട്ട് എന്ന് പറയുന്നില്ലേ, അതുപോലത്തെ കൊട്ടാണ് അതിലേക്ക് കിട്ടിയത്. ആ കൊട്ട് പോലെ തന്നെ വേണ്ടത് നമുക്ക് കപ്പ ബിരിയാണിക്ക്. അതിൽ നെയ്യ് വേണം, പക്ഷേ ഇതിൽ നെയ്യ് ഉണ്ടായിട്ട. അപ്പോൾ അത് വെന്ത പാട് നമ്മൾ ഈ കപ്പ നല്ലതുപോലെ കഴുകി തേത്ത് ആ വെന്ത ഇറച്ചിക്ക് നമ്മൾ ഈ കപ്പ ഇട്ടിട്ട് കൊടുക്കുക. അത്ര നമുക്ക് കുറേ പണിയൊന്നുമില്ല ഈ കപ്പ ബിരിയാണിക്ക്, ഭയങ്കര പണിയൊന്നുമില്ല. ഇപ്പോൾ എൻ്റെ അതിലൊക്കെ വെള്ളമെല്ലാം ഊറിയിട്ടുണ്ടായി. ഇപ്പോൾ ഞാൻ എന്താക്കി കുറച്ച് നല്ല തിളച്ച വെള്ളം ഉണ്ടായിരുന്നു, തിളച്ച വെള്ളം അതിലേക്ക് കുറച്ച് കൂട്ടിയിട്ട് കൊടുത്തതായിട്ട് നല്ലതുപോലെ ഇളക്കിയതായിട്ട് ഞാൻ മുറിച്ച് വെച്ച കപ്പയില്ലേ ഇതിട്ട് കൊടുത്തതായിട്ട് ഒരു 4 വിസിൽ വരുവോളം. പിന്നെ ഞാൻ 4 വിസിൽ ഇത് വരിച്ചിനെങ്കിൽ നല്ലതുപോലെ വെന്ത് കിട്ടുമല്ലോ, അത് 4 വിസിൽ വരുവോളം ഇങ്ങനെ വേവിച്ചിട്ട് കൊടുത്തതാണ്. ഇത് ഇപ്പോൾ തന്നെ നല്ല ഈ കൽബിൻ്റെ കൊട്ടല്ലേ കൊട്ടും ഇതുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിന്നിട്ടുണ്ട്.
പക്ഷേ ഇത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പോൾ ഞങ്ങളെ ഫാമിലിയിലായാലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഞാനിത് നിസ്കരിക്കുന്നുണ്ടായിന്. പിന്നെ എൻ്റെ ഇന്ന് മടി പിടിച്ച ദിവസമല്ല, ഇല്ലെങ്കിൽ ഞാൻ ലൂറ് ആവുന്ന സമയമാകുമ്പോൾ തന്നെ നിസ്കരിക്കാൻ പോകും. ഇന്ന് കുറച്ച് വൈകി ഞാൻ നിസ്കരിക്കാൻ. അങ്ങനെ ഞാൻ ലൂറ് അസറാവനാകുമ്പോൾ ലൂറ് നിസ്കരിക്കാൻ പോയി. അപ്പോൾ നിസ്കാരപ്പായി തന്നെ ഞാൻ എന്താക്കി നിസ്കരിച്ചിട്ട് നമുക്കിത് റെഡി ആവുമല്ലോ. അപ്പോൾ കട്ടൻ ചായയും കപ്പയായിട്ട് അങ്ങനെ കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ കപ്പ ഇട്ട് കൊടുത്ത് അങ്ങനെ നിസ്കരിച്ചിട്ട് നമുക്ക് എൻ്റെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഉണ്ടായിന് കഴിക്കാൻ. അപ്പോൾ എൻ്റെ മോന് ചെല്ലുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയെല്ലാം എന്തിനുമോ വെച്ചിനത്, കുറേ ഉണ്ടല്ലോ ആർക്ക് തിന്നാനിത് എന്നിട്ട്. പക്ഷെ ഞാൻ തിന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ തിന്നാനും ഫ്രീസറിൽ വെച്ചിട്ട് അതിന് ചൂടാക്കിയിട്ട് തിന്നാനും ഭയങ്കര ഇഷ്ടമല്ല, നല്ല ടേസ്റ്റ് ഉണ്ടാകുന്നു. അപ്പോൾ എന്നെ പോലെ ഇങ്ങനെയല്ലേ കപ്പ ബിരിയാണിയെല്ലാം ആക്കിയിട്ട് തിന്നാൻ ഇഷ്ടമുണ്ട് ആരെങ്കിലും ഉണ്ടാവുമല്ലോ, കുറേ ആൾക്കാരുണ്ടാവുമല്ലോ. അപ്പോൾ അവരെല്ലാം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലേ അങ്ങനെ. അപ്പോൾ ഇത് നമ്മളുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി. അതിലേക്ക് ഞാൻ എന്തൊക്കെ നല്ല കട്ടൻ ചായ വെച്ച് അപ്പോൾ കട്ടൻ ചായയും കപ്പ ബിരിയാണി നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കണ്ട നല്ലതുപോലെ മുളക് ഏറിയെന്ന്. മുളകൊന്നും ഏറിയതൊന്നുമില്ല. ഇപ്പം ഞാൻ ഒരു 10 പച്ചമുളക് ഇടി പച്ചമുളക് തന്നെ ഇട്ട് കൊടുത്തിന്. പിന്നെ അതിൻ്റെ എരിവൊന്നുമില്ല. അങ്ങനെ അത് മുളക് നല്ല കാശ്മീരി മുളകാകുമ്പോഴേക്കില്ലേ നല്ല ചുവന്നിട്ട് കാണും. അപ്പോൾ ഇതാ ഇവിടെ ഇഷ്ടമില്ലാത്ത കപ്പ ഇഷ്ടമില്ലാത്ത എൻ്റെ മോള് മാത്രം, മോൾക്ക് ഇഷ്ടമല്ല. പിന്നെ ആണുമക്കളും തിന്നും. അപ്പോൾ അവർക്കിഷ്ടം, എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം, എനിക്കിഷ്ടം. അങ്ങനെ ഇതാ നല്ല ചൂടോടെ തന്നെ, ഇത് ചൂടോടെ തന്നെ കഴിക്കണം. ഇല്ലെങ്കിൽ തണുത്തിത്താകുമ്പോഴേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടോടെ വിളമ്പിയിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നീരുള്ളിയും പിന്നെ മല്ലിച്ചപ്പലിയും ഇഷ്ടമുണ്ടൊക്കെ അങ്ങനെ ഇട്ട് കൊടുക്കാം. ഞാനങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പയ്യെ ലാസ്റ്റ് ഇട്ടത് കൊടുക്കലാണ്. പിന്നെ മിക്സാക്കല്ല അതിൻ്റെയൊക്കെ വേണ്ടാക്കി ഇട്ടത് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇത് മല്ലിച്ചപ്പും നീരുള്ളിയും ഇട്ടത് കൊടുക്കും. അപ്പോൾ ഇൻഷാ അല്ലാ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കൂടി അറിയിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.